കേരള രാഷ്ട്രീയത്തിലെ തെരഞ്ഞെടുപ്പ് ചരിത്രങ്ങൾ ഭാഗം 9. ഇന്നത്തേതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് കേരളത്തിലെ പ്രഥമ തെരഞ്ഞെടുപ്പ് വേളയിൽ ഇന്ത്യ മഹാരാജ്യത്ത് നിലവിലുണ്ടായിരുന്നത്. സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും അച്ചടിച്ച ബാലറ്റ് പേപ്പറുകളോ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളോ വിവിപാറ്റുകളോ ഫോട്ടോ പതിച്ച ഇലക്ട്രൽ ID കാർഡുകളോ അക്കാലത്ത് നിലവിലുണ്ടായിരുന്നില്ല. മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകം വോട്ട് പെട്ടികൾ സജ്ജീകരിച്ചിരുന്നു. ഓരോ സ്ഥാനാർത്ഥികളുടെയും ചിഹ്നങ്ങൾ നിശ്ചിത വോട്ട് പെട്ടികൾക്ക് പുറത്ത് പതിച്ചിരിക്കും. കമ്മ്യൂണിസ്റ്റുകാർ അരിവാൾ പെട്ടിയിലും കോൺഗ്രസുകാർ കാളപ്പെട്ടിയിലും PSPക്കാർ കുടംപെട്ടിയിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുദ്രയുള്ള കടലാസുകൾ നിക്ഷേപിക്കുന്നു. സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്കും അവരവരുടെ ചിഹ്നം പതിച്ച വോട്ട് പെട്ടികൾ അതത് പോളിംഗ് ബൂത്തുകളിൽ രഹസ്യ സ്വഭാവത്തോടെ സജ്ജീകരിച്ചിരുന്നു. അക്കാലത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുദീർഘവും സങ്കീർണവുമായിരുന്നു. നല്ലൊരു വിഭാഗം വോട്ടർമാർ നവാഗതരും നിരക്ഷരരുമായിരുന്നു. അവരെ ബൂത്തിന് പുറത്ത് പാർട്ടി പ്രവർത്തകരും ബൂത്തിനകത്ത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും വോട്ടെണ്ണലും സങ്കീർണമായിരുന്നു. പല മണ്ഡലങ്ങളിലെയും പ്രത്യേകിച്ച് ദ്വയാംഗ മണ്ഡലങ്ങളിലെ വോട്ടുകൾ എണ്ണിത്തീരാൻ 2-3 ദിവസങ്ങളെടുത്തു. റേഡിയോ സെറ്റുകൾക്ക് മുന്നിൽ ഹൃദയമിടിപ്പോടെ ജനങ്ങൾ തെരഞ്ഞെടുപ്പ് വാർത്തകൾ കേട്ടു. 5 സ്വതന്ത്രരുടെ പിന്തുണയോടെ കേരളത്തിലെ പ്രഥമ സർക്കാരിന് നേതൃത്വം കൊടുക്കുവാനുള്ള വ്യക്തമായ ഭൂരിപക്ഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലഭിച്ചു. 124 സീറ്റുകളിൽ മത്സരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 43 സീറ്റുകളും 37.84% വോട്ടും ലഭിച്ചു. 100 സീറ്റുകളിൽ മത്സരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും പാർട്ടി പിന്തുണച്ച സ്വതന്ത്രർക്കും കൂടി കിട്ടിയത് 65 സീറ്റുകളും 38.23% വോട്ടുകളുമാണ്. 62 സീറ്റുകളിൽ മത്സരിച്ച PSPക്ക് 9 സീറ്റുകളും 10.76% വോട്ടുകളും ലഭിച്ചു. 28 സീറ്റിൽ മത്സരിച്ച RSP ഒരിടത്തും വിജയം കാണാതെ സംപൂജ്യരായി തീർന്നു. സ്വതന്ത്രരായി മത്സരിച്ച ഭൂരിഭാഗം സ്ഥാനാർത്ഥികളും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. കേരളത്തിന്റെ പ്രഥമ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 75 സ്വതന്ത്ര സ്ഥാനാർത്ഥികളിൽ 12 പേർ വിജയിച്ചു. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് ജനാധിപത്യ വസന്തം കേരളത്തിന്റെ തെരുവുകളെ ശബ്ദായമാനമാക്കി. അരികുജീവിതം നയിച്ചിരുന്ന കീഴാളരുടെ നിലവിളികൾ വിജയഭേരികളായി ഉയർന്നു പൊങ്ങി. അമിത ആത്മവിശ്വാസവും നേതാക്കൾക്കിടയിലെ കിടമത്സരവും എങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ നിർണായകമാകുമെന്നതിൻ്റെ എക്കാലത്തെയും മികച്ച ഉദാഹരണമാണ് ദ്വയാംഗ മണ്ഡലമായ ദേവികുളം. ഈ മണ്ഡലത്തിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. 12,000 ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ചു കിടന്നിരുന്ന ദേവികുളം ഇന്ത്യയിലെ ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലമായിരുന്നു. കോൺഗ്രസിന് വ്യക്തമായ മേൽക്കൈയുണ്ടായിരുന്ന മണ്ഡലം. അനായാസമായ വിജയം ഉറപ്പിച്ചുകൊണ്ടാണ് പൊതുവിഭാഗത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശ്രീ BK നായർ പത്രിക സമർപ്പിച്ചത്. തോട്ടം മേഖലയിലെ വനിതാ നേതാവ് ശ്രീമതി റോസമ്മ പുന്നൂസ് കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥിയായി പത്രിക സമർപ്പിച്ചു. സൂക്ഷ്മ പരിശോധനയിൽ ശ്രീ BK നായരുടെ പത്രിക തള്ളിപ്പോയി. അതോടെ സംവരണ സീറ്റിലെ ഡമ്മി സ്ഥാനാർത്ഥി കറുപ്പയ്യയെ കോൺഗ്രസ് ജനറൽ സീറ്റിലെ സ്ഥാനാർത്ഥിയാക്കി. ഇതാകട്ടെ കോൺഗ്രസ് ക്യാമ്പിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചു. ഈ അനുകൂല സാഹചര്യം തന്ത്രപരമായി മുതലെടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്രതീക്ഷിത വിജയം നേടി. 1957 പ്രഥമ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച എല്ലാ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാക്കളും വ്യക്തമായ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. കേരളത്തിലെ പ്രഥമ സർക്കാരിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത സഖാവ് EM ശങ്കരൻ നമ്പൂതിരിപ്പാട് നീലേശ്വരം മണ്ഡലത്തിൽ നിന്നും 17,152 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയശ്രീ ലാളിതനായി. ധനകാര്യമന്ത്രി സഖാവ് C അച്യുതമേനോൻ 2,660 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ ഇരിങ്ങാലക്കുടയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടു. ഭക്ഷ്യമന്ത്രിയായ സഖാവ് KC ജോർജ് മാവേലിക്കര മണ്ഡലത്തിൽ നിന്നും 19,799 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. കേരളത്തിന്റെ പ്രഥമ നിയമസഭയുടെ സ്പീക്കറായ സഖാവ് R ശങ്കരനാരായണൻ തമ്പി ചെങ്ങന്നൂർ മണ്ഡലത്തിൽ നിന്നും 5,992 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. തൊഴിൽ ഗതാഗത വകുപ്പ് മന്ത്രിയായ സഖാവ് TV തോമസ് ആലപ്പുഴ മണ്ഡലത്തിൽ നിന്നും
4264 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. റവന്യൂ എക്സൈസ് വകുപ്പുകളുടെ ചുമതല വഹിച്ചിരുന്ന കേരളത്തിലെ ആദ്യ വനിതാ മന്ത്രി ശ്രീമതി KR ഗൗരിയമ്മ 3332 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ ചേർത്തലയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടു. പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാക്കളായ സഖാവ് CH കണാരൻ 12084 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ നാദാപുരത്തു നിന്നും, സഖാവ് KPR ഗോപാലൻ 12221 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ മാടായി മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടു. യുവനേതാക്കളായ സഖാവ് P ഗോവിന്ദപിള്ള പെരുമ്പാവൂരിൽ നിന്നും, സഖാവ് TK രാമകൃഷ്ണൻ ഇന്നത്തെ തൃപ്പൂണിത്തുറ മണ്ഡലമായ കണയന്നൂരിൽ നിന്നും, സഖാവ് E ചന്ദ്രശേഖരൻ നായർ കൊട്ടാരക്കരയിൽ നിന്നും വ്യക്തമായ ഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുക്കപ്പെട്ടു. തകഴി മണ്ഡലത്തിൽ മത്സരിച്ച സഖാവ് വർഗീസ് വൈദ്യരുടെ പരാജയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തിരിച്ചടിയായി. കോൺഗ്രസിലെ ശ്രീ തോമസ് ജോണാണ് 5000 വോട്ടുകൾക്ക് വർഗീസ് വൈദ്യരെ പരാജയപ്പെടുത്തിയത്. 5105 വോട്ടുകൾ നേടിയ RSP സ്ഥാനാർത്ഥി C കൃഷ്ണൻകുട്ടി നായരുടെ സജീവ സാന്നിധ്യം വർഗീസ് വൈദ്യർക്ക് തിരിച്ചടിയായി മാറി. ഈ നെട്ടൂരാൻ വിളിച്ചതിൽ കൂടുതൽ മുദ്രാവാക്യങ്ങളൊന്നും സേതു വിളിച്ചിട്ടില്ല, അത് മറക്കരുത്. പിൽക്കാലത്ത് വൈദ്യരുടെ ജീവിതകഥ മകനായ ശ്രീ ചെറിയാൻ കൽപ്പകവാടി തിരക്കഥയെഴുതി ശ്രീ വേണുനാഗവള്ളി സംവിധാനം ചെയ്ത് ലാൽ സലാം എന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ രൂപത്തിൽ 1990 പ്രകാശിതമായി. വർഗീസ് വൈദ്യരായി സൂപ്പർ സ്റ്റാർ മോഹൻലാലും സഖാവ് TV തോമസായി പ്രമുഖ നടൻ മുരളിയും KR ഗൗരിയമ്മയായി ഗീതയും മലയാള സിനിമയുടെ വെള്ളിത്തിരയിൽ അഭിനയ വിസ്മയങ്ങൾ തീർത്തു. 150 ദിവസങ്ങളിലധികം കേരളത്തിലെ പ്രമുഖ പ്രദർശനശാലകളിൽ നിറഞ്ഞ് കവിഞ്ഞോടിയ ലാൽ സലാം എന്ന സിനിമ ചലച്ചിത്ര മേഖലയിലെന്ന പോലെ കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലങ്ങളിലും വിസ്ഫോടനങ്ങൾ സൃഷ്ടിച്ചു. നെട്ടൂരാനാണോ? സഖാക്കളെല്ലാം ആചാരം കഴിഞ്ഞു പോയി. ഞാൻ ഒറ്റയ്ക്കല്ല, കൂടെ ഒരു കൊച്ചു സഖാവുമുണ്ട്, തന്റെ മോൻ. അവനെല്ലാം മനസ്സിലായിരിക്കുന്നു. അച്ഛന്റെ മടിയിലെ ചൂട് കിട്ടാതെ പോയ ഈ കുഞ്ഞ് ഒരു കമ്മ്യൂണിസ്റ്റ് ആവും. ആകട്ടെ, അല്ലേടോ? താനും ഞാനും സ്വപ്നം കണ്ട ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ ഇവനായി തീരട്ടെ, അല്ലേ DK? ലാൽ സലാം DK.